സ്ഥാനാർത്ഥി നിർണയത്തിൽ KC വേണുഗോപാൽ നടത്തിയ വമ്പിച്ച ഇടപെടൽ. അപ്പോൾ എനിക്ക് പുള്ളി ഇനി സർക്കാർ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് ലാൻഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം പുള്ളിയുടെ പെട്ടി പിടിക്കുന്ന ആളുകൾക്കാണ് മറ്റേ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ മീതെ ഇവർക്കാണ് അവസരം കൊടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിക്തഫലം ഇവർ അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥി നോക്കിയാൽ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നു, എന്തോ ബേബി റോണിക്ക്. എതിർഭാഗത്ത് നമ്മുടെ ജയരാജാണ്. ജയരാജനെ തന്നെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പഴയ വാഴൂരാണ് ഇപ്പോഴത്തെ കാഞ്ഞിരപ്പള്ളി. അതെ, മനസ്സിലായില്ലേ? ഇവർ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഫോർമുല, അതിൽ ചില ഇടപെടൽ ഒടുവിൽ ഉണ്ടാവുകയാണ്. അതായത് നേരത്തെ ഉണ്ടാക്കിയ ഫോർമുല എന്ന് പറയുന്നത് ഈ എല്ലാ കമ്മ്യൂണിറ്റി ബാലൻസ് വേണം, അത് വേണം. അപ്പൊ നാടകം സുരേഷിന് കാഞ്ഞിരപ്പള്ളി, ജോസഫ് വാഴക്കിന് ഏറ്റുമാനൂർ, അലോഷ്യസ് അയക്കങ്ങാണ്ട് പൂജാറ്, ഇങ്ങനെ കറക്റ്റ് കൊണ്ട് എത്തിച്ച് കറക്റ്റ് വെച്ചപ്പോഴത്തേക്കാണ് ഈ പുള്ളിയുടെ ഇടപെടൽ വന്നിട്ട് അവിടെ ഈ വേറൊരാളെ കൊണ്ടുവരാനായിരുന്നു. ഞാൻ പേര് പറഞ്ഞു, ഒരു ജിജി അഞ്ചാനി, അയാളെ കൊണ്ടുവരാനായിരുന്നു. അയാൾക്ക് ഇച്ചിരി കാശൊക്കെ ഉണ്ട്. അയാളെ കൊണ്ടുവരാനായിട്ട് ആന്റോ ആന്റണിയുടെ പിന്തുണയോട് കൂടി നക്കിയ നടവാണ്. അവസാന നിമിഷം വന്ന് അവർ കൊണ്ടുവന്ന പോളിസി എന്ന് വെച്ചാൽ കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വേണമെന്ന്. അവസാനം രാഹുൽ ഗാന്ധി ഇടപെട്ട് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് കൊള്ളാവുന്ന ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എല്ലാം പേര് തരാൻ പറഞ്ഞു. അങ്ങനെ ജിജി അഞ്ചാനെ വിട്ടിട്ടാണ് ഈ കാഞ്ഞിരപ്പള്ളി കോളേജിന്റെ അധ്യാപകനായ ഈ ടോണി വരുന്നത്. പക്ഷെ അതോടെ കംപ്ലീറ്റ് സിസ്റ്റം ഇത് മാറി. ഞെട്ടിച്ചെവിടെയെന്നറിയോ? വാഴക്കൊരു സീറ്റില്ലാതെ പോയി, ഞെട്ടിപ്പോയി. കാരണം രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ രണ്ടാമനാണ്. അതെ, ഐ ഗ്രൂപ്പിന്റെ ജയിച്ചാൽ മന്ത്രിയാണ്, പക്ഷെ സീറ്റില്ല. വാഴക്കൻ ജയിക്കുമല്ലോ രണ്ടാമത്തെ കാര്യം. ഒരുപക്ഷെ വാഴക്കനേക്കാൾ മികച്ച സാറിന് എന്താ തോന്നുന്നത്? നാട്ടകം വാസവൻ അല്ല, ഏറ്റുമാനൂര് വാഴക്കനേക്കാൾ നല്ല ഒരുപക്ഷെ നാട്ടക സുരേഷ് ആയിരിക്കാം. പക്ഷേ വാഴക്കൻ പോസ്റ്റർ വരെ അടിച്ചു സീറ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് അവസാനം മറ്റൊരു കാര്യം പറയാം. റാന്നി ഉറപ്പായിട്ടും UDF ജയിക്കേണ്ട മണ്ഡലമാണ്. പക്ഷെ അവിടെ നിർദ്ദേശിച്ചിരുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്ന റിങ്കു ചെറിയാൻ, MC ചെറിയാന്റെ മകൻ റിങ്കു 1200 വോട്ടിനാണ് തോറ്റത്. പിന്നെ റിങ്കുവിനുള്ള പ്രശ്നം വെച്ചാൽ മടിയനാണ്, ആളുകളുടെ ഇടപെടുന്ന പരാതിയാണ്. അങ്ങനെയാണ് അവിടെ ഈ മറ്റേ സണ്ണി പനമേലയുടെ മോനുണ്ടായിരുന്നു, ആരോൺ സണ്ണി. അവൻ തദ്ദേശ സ്വയംഭരണത്തിൽ 5000 വോട്ടിനാണ് ജയിച്ചത്. രണ്ടുപേരും വിട്ടിട്ട് കൊണ്ടുപോയി പഴകുളം മധു KCയുടെ നോമിനിയാണ് കൊണ്ടുവച്ചതാ. പഴകുളം മധു അല്ല. അപ്പം എന്ത് വരുന്നത് വെച്ചാൽ ഈ പത്തനംതിട്ട ജില്ല മാത്രം നോക്കി, പത്തനംതിട്ട ജില്ലയുടെ കമ്മ്യൂണൽ ഈക്വലിബ്രിയം എന്ന് വെച്ചാൽ ഒരു നായർ, ഒരു ഇടവൻ, ഒരു ഓർത്തഡോക്സ്, ഒരു മാർത്തോമ, ഒരു പട്ടിക സമുദായം, പിന്നെ റിസർവേഷനാണ്. അപ്പൊ ഇതിന്റെ മറ്റേ ബാലൻസിങ് ശരിയാക്കട്ടെ. ഒരു നായർക്ക് അവിടെ കൊടുത്തപ്പോൾ പിന്നെ ഈഴവന് വേറെ സ്ഥലത്ത് കൊടുക്കും. അങ്ങനെ വന്നു. ഈഴവന് ഇവിടെ കൊടുക്കുമ്പോൾ പിന്നെ ഓർത്തഡോക്സുകാരൻ അവിടെ കൊടുക്കണം, പിന്നെ അങ്ങനെ ഇവിടെ കൊടുക്കണം. ആ രീതിയിൽ മൊത്തം ഈക്വേഷൻ, ഈ ഈക്വലിബ്രിയം പോയി.